നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ 2 മണ്ഡലങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തായി മൂന്നാമത്തെ ശരീരമണ്ഡലം, അതായത് ഞരമ്പ് മണ്ഡലം എന്നാണ് പറയുക. അതായത് നമ്മുടെ ഞരമ്പ് സിസ്റ്റങ്ങൾ, ശരീരത്തിലുള്ള എല്ലാ ഞരമ്പുകളും നമ്മൾ കഴിക്കേണ്ട പച്ചക്കറിയാണ് കൊത്തവരയ്ക്ക അല്ലെങ്കിൽ ക്ലസ്റ്റർ ബീൻസ് എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. ജൈവ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായി. ഇത് നമ്മൾ കഴിക്കേണ്ടത് നമ്മളുടെ ഒരു അവസരകാല ചികിത്സയ്ക്ക്, അതായത് എമർജൻസി ട്രീറ്റ്മെൻറ്റിന് പോലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് ഇത്. നിങ്ങളുടെ ഒരു പനി വന്ന ഒരാൾക്ക് പെട്ടെന്ന് മെഡിസിൻസ് കൊടുക്കുന്നതിന് പകരം ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു 5 കൊത്തവരയ്ക്ക കടിച്ച് ചവച്ച് കഴിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവരുടെ പനി മാറിയിട്ടുണ്ടാവും. പിന്നെ ഇത് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ളത് നമ്മൾക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്ന ആൾക്കാർ, അതായത് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വന്ന ആൾക്കാർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണിത്. കാലത്തെ ഇത് ജ്യൂസായിട്ട് കഴിക്കാം. നമുക്കൊരു കോമ്പിനേഷൻ ഓഫ് ജ്യൂസായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു 10-12 കൊത്തവരയ്ക്ക എടുത്ത് നിങ്ങൾക്ക് മിക്സിയിൽ അരിച്ച് ജ്യൂസായിട്ട് കഴിക്കാവുന്നതാണ്. കാലത്ത് ഏത് പച്ചക്കറിയാണെങ്കിലും നമ്മൾ കാലത്ത് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. താങ്ക് യു. ഇതിൻ്റെ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ജാൻസി സാറിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ഡൗട്ടുകൾ നിങ്ങൾക്ക് തീർക്കാം. അല്ലെങ്കിൽ സാറിന് നേരിട്ട് കണ്ടു വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും.